അന്ന് നമ്മൾ ഭൂതകാലത്തിന്റെ സമയത്ത് സംസാരിച്ചപ്പോൾ ആദ്യത്തെ ഇന്റർവ്യൂ ഭൂതകാലത്തിനായിരുന്നു. അത് ഓൺലൈനിൽ ചേട്ടാക്കൂടി താങ്കളും രേവതി ചേച്ചിയും ആശിച്ചും പിന്നെ രാഹുലും കൂടിയിട്ടാ. അന്ന് സിനിമ മ്യൂസിക് താങ്കളാണ് ചെയ്തത് അതിന്റെ അല്ലെ? ഒരു പാട്ട്. പിന്നെ അതിന്റെ മ്യൂസിക്കിലേക്കുള്ളൊരു ഇതുണ്ടായില്ലേ? ഇഷ്ടം പോലെ പാട്ടുണ്ട്. 120 പാട്ടെങ്ങാണ്ട് ഫോണിലുണ്ട്. പതുക്കെ ഇറക്കും. ഇതിനൊക്കെ കാത്തിരിക്കണേ. 2025 2025 എന്തായാലും ഒരു ട്രാക്ക് വരും. ഒന്ന് പോരാ, 10 പോരട്ടെ. 122 നല്ല പണിയുണ്ട് അതിന്റെ വിഷ്വൽ ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു മ്യൂസിക് ചെയ്യുമ്പോൾ ഒരു പ്രോസസ് എന്താ? താങ്കൾ ഇപ്പൊ സിനിമ എനിക്കറിയാം സിനിമ സമയത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ടെൽ മീ വാട്ട് ഈസ് ദ പ്രോസസ്? സിനിമ ചെയ്യണ സമയത്ത് തന്നെ സാധാരണ പാട്ടും ചെയ്യാറട്ടോ. സംഭവം കൂടെ ഉണ്ട്. കാര്യം കാരവനിൽ അത്യാവശ്യം നല്ല സമയം ഇരിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് മൈൻഡ് ഒരുപാട് ആവശ്യമില്ലാത്ത തോട്ട്സിലേക്ക് പോയിരിക്കാനാണ് ഞാൻ ആക്ച്വലി ഈ സോങ് മ്യൂസിക് പരിപാടിയിലേക്ക് ഇടക്കിടക്ക്. പിന്നെ അത് ഒരു കോളാ, എപ്പോഴും കിട്ടില്ല. ചിലപ്പോ അതൊരു എന്തോ ഒരു ഗ്ലിംസ് കിട്ടി ആ വഴി പോകും. അങ്ങനെ ആദ്യം ഗ്ലിംസ് സ്പാർക്ക് കിട്ടിയിട്ട് അത് ആർക്കാ ആദ്യം അയച്ചു കൊടുക്കുക? എന്റെ ഫ്രണ്ട്സ് കുറച്ചുപേരുണ്ടായിരുന്നു. പണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ട്രാക്കുകൾ എന്റെ സ്കൂൾ ഫ്രണ്ട്സ് കുറച്ചുപേര് കൊടുക്കായിരുന്നു. ഇപ്പൊ ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടർ ഫ്രണ്ട് ഉണ്ട് എനിക്ക്, നന്ദഗോപൻ എന്ന് പറഞ്ഞ. അവൻ ഹാലിന്റെ മ്യൂസിക് ഡയറക്ടറാണ്. അതേപോലെ മദ്രാസ്കാരനിലെ കാതൽ സഡൂട് റീമിക്സ് ചെയ്തവൻ. അപ്പൊ അവൻ ആ ഒരു മ്യൂസിക് സെൻസ് ഉള്ളതുകൊണ്ട് അവൻ അയച്ചു കൊടുക്കും. പിന്നെ എന്റെ ഫ്രണ്ട്സിനായിരുന്നു പണ്ട് കൂടുതൽ അയച്ചുകൊണ്ടിരുന്നത്. പിന്നെ വീട്ടില് അത്രയും ഉറപ്പുള്ള ട്രാക്കും അത്യാവശ്യം അധികം എക്സ്പെരിമെന്റൽ അല്ലാത്ത ട്രാക്കൊക്കെ വീട്ടിൽ അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ അവര് തെറ്റിദ്ധരിക്കും ഇത് എന്താണെന്നുള്ള സംഭവം. എന്താ